ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റാണ്. അതിനുവേണ്ടി ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 മുട്ടയും അതിലേക്ക് നമുക്ക് കുറച്ച് മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. പൊടി ഉപ്പാണെങ്കിൽ കല്ലുപ്പാണെങ്കിൽ എന്തുവാണെങ്കിൽ ചേർക്കാം കേട്ടോ. അതിനുശേഷം ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് ചൂടാക്കിയെടുക്കാം. ആദ്യം ഇത് എല്ലാം കൂടി ഒന്ന് ചൂട് ബാലൻസായി കിട്ടുന്ന ആ രീതിയിൽ നമ്മൾ ഒന്ന് ലെവലാക്കി എടുത്തിട്ട് വേണം നമ്മൾ മുട്ട കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കുക, അല്ലെങ്കിലാണ് മുട്ട പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് പിന്നെ കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊരു 10 മിനിറ്റ് നേരം വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് പച്ചവെള്ളത്തിലേക്ക് ഇടാം. ഇങ്ങനെ ഒരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്തിട്ട് ഇതിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഇത് നന്നായിട്ട് തണുത്തിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് പൊട്ടിപ്പോകാതെ മുട്ട കറക്റ്റായിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണിത്. ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് നേർങ്ങനെ അരിഞ്ഞതാണിത്. അതുപോലെ തന്നെ ഇഞ്ചി 1 ഇഞ്ച് ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇപ്പം ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റാം. ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ടാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പം നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റാം. അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് മൂത്ത് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 വലിയ സവാള ചേർക്കാം. അതിൽ നന്നായിട്ട് ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. അതിൽ കുറച്ച് ഉപ്പ് ഇടാം. ഇപ്പം ഞാനിപ്പോൾ ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഇത് വേഗം തന്നെ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം വഴന്ന് വരുന്നുണ്ട്, കുറച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് മസാലപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ മസാലപ്പൊടിയൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് മല്ലിപ്പൊടിയും കൂടി ഒന്ന് വഴന്ന് വരട്ടെ. അതിൻ്റെ ആ ഒരു പച്ച മണമെല്ലാം പോയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത മണം വരുന്നവരെ ഇത് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി തക്കാളി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റാം. ഇനി തക്കാളിയെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരണം, അത്ര വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് പിന്നെയും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 5-6 മിനിറ്റ് നേരം ഞാനിത് വേവിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് വേവിക്കുന്ന സമയത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സായി നന്നായിട്ട് വെന്ത് നല്ലൊരു പേസ്റ്റ് പോലത്തെ ഗ്രേവി നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതവിടെ വെന്ത് വരട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഇത് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഞാൻ തോലെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാല പിടിക്കാനായിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. 4 മുട്ടയും ഇതുപോലെ തന്നെ നമുക്ക് വരഞ്ഞെടുക്കാം. ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഒറ്റ മുട്ട പോലും പൊട്ടിപ്പോകാതെ നല്ല രീതിയിൽ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അതേപോലെ പുഴുങ്ങിയാൽ മതി. പിന്നെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള മസാല വെന്ത് നല്ലൊരു കറക്റ്റായിട്ടുള്ള ഒരു ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്യാം.
അപ്പോൾ മുട്ട ഇതിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് പിന്നെയും ഒന്ന് യോജിപ്പിച്ച് മസാലയെല്ലാം മുട്ടയിൽ കവറാകുന്ന രീതിയിൽ ഒന്നുകൂടി വഴറ്റിയെടുക്കാം. വളരെ ശ്രദ്ധിച്ചിട്ട് വഴറ്റിയെടുക്കണം. ആ മുട്ട പൊട്ടിപ്പോകാതെ വഴറ്റിയെടുത്തിട്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെയും നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മുട്ടയിൽ ഈ മസാലയെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ട് വരും. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ഒരു 2 മിനിറ്റ് ശേഷം സ്വിച്ച് ഓഫ് ചെയ്യാം. അതിനുശേഷം ചൂടോടെ തന്നെ നമുക്കിത് ചപ്പാത്തീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ വെള്ളയപ്പത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാം. നല്ല ടേസ്റ്റാണ്. വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.